Meet the editors. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി ഇന്ന് പുറത്തുവന്നതോടെ വിവാദം കൂടുതൽ ശക്തിപ്പെടുകയാണ്. ആത്മഹത്യ എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെയാണ് കേസിൽ വഴിത്തിരിവാകാവുന്ന നിർണായക വിവരം പുറത്തുവന്നിരിക്കുന്നത്. അതേസമയം നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നും കൊലപാതകത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് പങ്കുണ്ട് എന്നും PV അൻവർ MLA ആരോപിച്ചു. അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് പി ശശിയും രംഗത്തെത്തിയിട്ടുണ്ട്. മരണത്തിൽ CBI അന്വേഷണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. കേസിൽ ട്വിസ്റ്റോ എന്നതാണ് ചോദ്യം. യൂണിവേഴ്സിറ്റി ഈ കേസിൽ ട്വിസ്റ്റാണ് എന്ന് പറയാൻ പറ്റുമോ? രണ്ട് തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. ഇതിനകത്തൊരു ട്വിസ്റ്റ് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ ഏതാണ്ട് 2 മാസമാകുന്നു നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ സംഭവിച്ചിട്ട്. ഒക്ടോബർ 15-നാണല്ലോ സംഭവിച്ചത്. ഡിസംബർ 15 ആകുമ്പോൾ, അതായത് ഒരാഴ്ച കഴിയുമ്പോൾ 2 മാസമാവുകയാണ്. ഈ കേസിൽ എന്താണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്? ഇത്രയും കാലം ആയിട്ട് നമുക്ക് മനസ്സിലായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിന് ഒരു സാഹചര്യമുണ്ടായി. അത് അദ്ദേഹം സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിൽ PP ദിവ്യ നടത്തിയ പ്രസംഗം, അത് അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടാക്കി. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഈ 2 കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത്. അതിനുശേഷം എന്ത് പുരോഗതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളത്? എത്ര വൈകിയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കിയത്? ഈ SIT എന്ന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ലോക്കൽ പോലീസ് ആണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം വെച്ചാൽ കണ്ണൂർ ഉള്ള 2 SHOമാർ, 2 SIമാർ, ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ, ഇവരെയൊക്കെ വെച്ചിട്ടാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ കേസ് ഡയറി ഹാജരാക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ കോടതി, ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതിക്കും അറിയില്ല എന്തൊക്കെ പുരോഗതി ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ആകെപ്പാടെ നമ്മുടെ മുമ്പിലുള്ളൊരു സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലം അത് ശ്രീജിത്ത് കൊടേരി എന്ന് പറയുന്ന ആദ്യം ഈ കേസ് അന്വേഷിച്ച SI കൊടുത്തിരിക്കുന്ന, കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്ത്? ആത്മഹത്യയാണെന്ന്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഒരു ഡോക്യുമെൻ്റ് ഒന്നുമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധമായൊരു റിപ്പോർട്ടാണ് എങ്കിൽ പിന്നെ ഇനി അതിൻ്റെ മേലൊരു അന്വേഷണം വേണ്ടല്ലോ. ആത്മഹത്യയാണ് എന്ന് എഴുതി അവിടെ കേസ് ക്ലോസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആത്മഹത്യയാണെന്ന് പറയുന്നു. പിന്നെ എല്ലാ CCTV ദൃശ്യങ്ങളും ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കോൾ ഡേറ്റാസ് എല്ലാം ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാവരുടെയും, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യസമയത്ത് ഇൻക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഒരു സ്വതന്ത്ര സാക്ഷിയുടെയും ഒരു വിദഗ്ധൻ്റെയും സാന്നിധ്യത്തിൽ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണോ അന്വേഷണ പുരോഗതി എന്ന് പറയുന്നത്? എന്താണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ? അതിലേക്കല്ലേ ഈ അന്വേഷണം പോകേണ്ടത്? അപ്പോഴല്ലേ ഒരു അന്വേഷണം നടക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം സർക്കാരും അതുപോലെ തന്നെ പോലീസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ്. എന്താണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പറയുന്നത്? ഇത് പൂർണ്ണമായും ഒരു ആത്മഹത്യയാണെന്നും ഇതിന് പിന്നിൽ ആരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും എഴുതി കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രശാന്തിൻ്റെ കാര്യത്തിൽ എന്താണ് പോലീസ് അന്വേഷിച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ കളക്ടർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഒരു കുറ്റം ചെയ്തതായി പറഞ്ഞു എന്നുള്ളത്. അക്കാര്യത്തിൽ എന്ത് അന്വേഷണമാണ് നടന്നിരിക്കുന്നത്? PP ദിവ്യയും ഒരു മാധ്യമവും കൂടി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള നടത്തിയിട്ടുള്ള മാനിപ്പുലേഷനെ കുറിച്ച് എന്താ അന്വേഷണം നടന്നിട്ടുള്ളത്? ഇതൊന്നും അന്വേഷിക്കപ്പെട്ടിട്ടില്ല. ഈ കുറേ കാര്യങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. അത് കോൾ ഡേറ്റയും CCTV ദൃശ്യങ്ങളും ഒക്കെയാണ്. അത് മുനീശ്വരൻ കോവിലേക്ക് അദ്ദേഹം പോയതിൻ്റെ, അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതിൻ്റെ, കളക്ടറേറ്റ് പരിസരത്ത് യാത്ര ചെയ്തതിൻ്റെ, ഇതിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങൾ, ബന്ധപ്പെട്ട കുറച്ച് ആളുകളുടെ മൊഴികൾ, ഇതിനപ്പുറത്തേക്ക് അതും ആ മൊഴികൾ ആരുടെയാണെന്നറിയോ? ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകളുടെ, അതുപോലെ തന്നെ രണ്ടാമത് വന്ന ADMൻ്റെ, ഇവരുടെയൊക്കെ മൊഴികളാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് കേസ് അന്വേഷണത്തിൻ്റെ പുരോഗതി എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് രക്തപ്പാടുണ്ടായിരിക്കുന്നു അടിവസ്ത്രത്തിൽ എന്നാണ്. അതായത് രക്തപ്പാടുണ്ടായിരിക്കുന്നു എന്ന് ഇൻക്വസ്റ്റ് കണ്ടെത്തുമ്പോൾ അദ്ദേഹം വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ദേഹപരിശോധന നടത്തുമ്പോൾ പൂർണ്ണമായിട്ടും ഇത് വസ്ത്രമെല്ലാം മാറ്റിയിട്ടാണല്ലോ ആ പരിശോധന നടത്തുന്നത്. വേണമെങ്കിൽ അത് ആ സമയത്ത് രജിസ്റ്റർ ചെയ്യപ്പെടണമെന്നില്ല. അത്തരത്തിലുള്ള വൈദ്യങ്ങൾ വേണമെങ്കിൽ ഉണ്ടാകാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രക്തപ്പാട് വരുന്നത് വഴി ഇനിയിപ്പോൾ കോടതിയാണ് ഇതിനകത്തൊരു കാര്യം തീരുമാനിക്കേണ്ടത്. കോടതിയുടെ മുമ്പിലാണല്ലോ കുടുംബം പോയി പറഞ്ഞിരിക്കുന്നത് ഇത് കൊലപാതകമാണ് എന്ന്. അത് കൊലപാതകമാണെന്ന് സംശയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് കോടതി ചോദിച്ചിട്ടുമുണ്ട്. അപ്പോഴാണ് ഈ പറയുന്ന രക്തപ്പാടുള്ള അടിവസ്ത്രം ലഭിക്കുന്നത്. ആ അടിവസ്ത്രത്തിൽ രക്തപ്പാടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ദേഹപരിശോധന റിപ്പോർട്ടിൽ ഇല്ലാതിരിക്കുന്നത്, തിടുക്കം പിടിച്ച് ഇൻക്വസ്റ്റ് നടത്തിയിരിക്കുന്നത്, അതിനുശേഷം വളരെ തിടുക്കത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുന്നത്, പിന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ബാക്കിയുള്ള എല്ലാ തെളിവുകളും ഈ ആത്മഹത്യയായിരുന്നു എന്ന് തെളിയിക്കാൻ പാകത്തിൽ അടുക്കി വെക്കുന്നൊരു പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിലൊക്കെ കോടതി ഇനി ഗൗരവകരമായി ഇടപെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഈ അന്വേഷണത്തിൽ നിൽക്കുമ്പോൾ വേണമെങ്കിൽ കോടതിക്ക് ഇടപെട്ടിട്ട് CBI അന്വേഷണം വരട്ടെ എന്ന് പറയാം. കാരണം സർക്കാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സുതാര്യമായും നല്ല ഗംഭീരമായും അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പോലീസിൻ്റെ സത്യവാങ്മൂലവും അങ്ങനെയാണ്. എന്നാൽ മറുഭാഗത്ത് അവരുടെ കുടുംബത്തിന് ഈ സംശയങ്ങൾ നിൽക്കുന്നു. പക്ഷേ അവർക്കത് സാധൂകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾക്ക് ഈ കേസ് അന്വേഷണത്തിൽ ഇടപെടാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. ഈ PP ദിവ്യയൊക്കെ വളരെ സ്വാധീനമുള്ള പാർട്ടി, CPM വലിയ സ്വാധീനമുണ്ട്, CPM ആണ് ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേസിൻ്റെ അന്വേഷണമൊക്കെ അട്ടിമറിക്കപ്പെടാം എന്നൊക്കെയുള്ള ചില കാര്യങ്ങളിങ്ങനെ എന്താ പറയുക, നമ്മൾ ഊഹങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് കൃത്യമായി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വൈരുദ്ധ്യം ഉണ്ടായിരിക്കുന്നത് വേണമെങ്കിൽ കോടതിക്ക് ഈ കാര്യത്തിൽ ഇടപെടാനുള്ളൊരു സാഹചര്യത്തെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിലൊരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സ്വതന്ത്രമായ ഇപ്പോൾ CBI വരുന്നു എന്ന് പറയുമ്പോൾ CBI അന്വേഷിച്ച കേസുകളെല്ലാം കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ CBIക്ക് രാഷ്ട്രീയ സ്വാധീനമില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി വർക്കർ, ആ പാർട്ടിയുടെ പ്രോമിനൻ്റായ ഒരു ലീഡർ പ്രതിയായി നിൽക്കുന്ന കേസിൽ ആ പാർട്ടി ഭരിക്കുമ്പോൾ ആ പാർട്ടി ഭരിക്കുന്നതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസിൽ നിന്ന് ആ കുടുംബത്തിന് നീതി കിട്ടില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലെറ്റ് CBI കം. അപ്പോൾ അതോടുകൂടി കുറച്ചുകൂടി ഒരു സുതാര്യതയെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ചെയ്യുമല്ലോ, കാര്യമായൊരു അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുമെങ്കിലും ചെയ്യും. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ കേസിൽ ഒരു ട്വിസ്റ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ശരി, കേസിൽ ട്വിസ്റ്റ് എന്ന ചോദ്യത്തിന് എൻ്റെ അഭിപ്രായവും കേസിൽ ട്വിസ്റ്റ് തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ അടിവസ്ത്രത്തിൽ രക്തം എന്നുള്ള വിവരം പുറത്തു വരുന്നു. അതേസമയം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെയും മൃതദേഹ പരിശോധന നടത്തുമ്പോൾ വസ്ത്രങ്ങളില്ലാതെയാണ് പരിശോധിക്കുക, അപ്പോൾ രക്തം കണ്ടില്ല എന്ന് പറയുന്നു. ഇതിപ്പോൾ മരണവെപ്രാളത്തിൽ എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ സംഭവിക്കുമോ എന്നുള്ള കാര്യം അത് ഡോക്ടേഴ്സാണ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് ആത്മഹത്യ ചെയ്യുമ്പോൾ നഖം കൊണ്ട് കാലിൽ മാന്തുക, വെപ്രാളത്തിനിടയിൽ നാവ് കടിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകും. അപ്പം കാലിലൊക്കെ മുറിവുണ്ടാകുമെന്ന് കേൾക്കുന്നു. പക്ഷേ ഈ ശരീരത്തിൽ അങ്ങനെ തുടയിലൊന്നും മുറിവിൻ്റെ പാടുകളില്ല എന്നാണ് പറയുന്നത്. അതേസമയം ഈ രക്തക്കറ അടിവസ്ത്രത്തിൽ കാണുമ്പോൾ ശരീരത്തിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ പറയുന്ന പോലെ അടിവസ്ത്രത്തിൽ രക്തമുണ്ടെങ്കിൽ രക്തമുണ്ടാകേണ്ടതല്ലേ, ആ പരിശോധനയും കാണേണ്ടതല്ലേ? അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് ആയാലും പോസ്റ്റ്മോർട്ടം ആയാലും രണ്ട് പരിശോധനകളും ഞങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നില്ല എന്ന് കുടുംബം വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് കുടുംബം എത്തിയിരുന്നില്ല, കുടുംബ ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെയാണ് ഈ പരിശോധന നടത്തിയത് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. കാര്യം പറയുന്നത് 5 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാം. പത്തനംതിട്ടയിൽ നിന്ന് കുടുംബം പറഞ്ഞെങ്കിൽ മിനിമം 12 മണിക്കൂർ. പക്ഷേ പോസ്റ്റ്മോർട്ടോ പക്ഷേ ഒരു കാര്യമുണ്ട്, ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷമാണ് ഇവരെ അറിയിച്ചത് എന്നുകൂടി കുടുംബം പറയുന്നുണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടമായി ബന്ധപ്പെട്ടും ബന്ധുക്കൾ പറയുന്നു പരിയാരത്ത് വേണ്ട, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷവും അപ്പോൾ കളക്ടറാണ് ഉറപ്പിച്ച് പറയുന്നത് കുഴപ്പമില്ല, എല്ലാ തരത്തിലും ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ അത് ചെയ്തുകൊള്ളാം, ഇവിടെ ചെയ്യുന്നു എന്നുള്ള കാര്യം പറയുന്നു. കുടുംബത്തിന് എതിർപ്പോടു കൂടിയാണ് കളക്ടർ ആ കാര്യം ചെയ്യിച്ചത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയും അവരുടെ എതിരഭിപ്രായങ്ങളായി അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് ഇതിപ്പോൾ എത്തുമ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആദ്യം ലോക്കൽ പോലീസ്, പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന് കുടുംബം തന്നെ ആവശ്യപ്പെടുന്നു. ആ പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോൾ ആ ലോക്കൽ പോലീസിൽ ആരോപണ വിധേയനായ പോലീസ് പാർട്ടിയോട് അടുത്ത് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ SHO ഉണ്ട്. ആ അന്വേഷണ സംഘം ഒരു പ്രത്യേക അന്വേഷണ സംഘമായിട്ടല്ല പ്രവർത്തിച്ചിട്ടുള്ളത്, ലോക്കൽ പോലീസ് തന്നെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യം നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അഭിഭാഷകൻ കോടതിയിൽ ഇതിനകം പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ആ അന്വേഷണത്തിൽ ഒരു വിശ്വാസവുമില്ല എന്ന് തന്നെയാണ് ആ കുടുംബം പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോടൊപ്പമുണ്ട്, കുടുംബത്തോടൊപ്പമുണ്ട് എന്ന് പാർട്ടി നേതാക്കൾ അവിടെ പോയി ആശ്വസിപ്പിച്ചു. പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തോട് പ്രതികരിക്കാത്ത രീതിയിൽ അവരുടെ വായടപ്പിച്ചു. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ ഒപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ആ കുടുംബം ആഗ്രഹിക്കുന്ന അന്വേഷണത്തിന് സമ്മതിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ ഇപ്പോഴും കോടതിയിൽ CBI അന്വേഷണം, CBI വരരുത് എന്ന കടുത്ത നിലപാടെടുക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കാം? അപ്പോൾ എന്താണ്, ആരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട SHO നേരത്തെ ആദ്യ അന്വേഷണം ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൻ്റെ സത്യവാങ്മൂലം മാത്രമാണ് കോടതിയുടെ മുന്നിലുള്ളത്. പിന്നീട് അന്വേഷണം, ഈ SITയുടെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഞങ്ങളുടെ മൊഴി പോലും എടുത്തിട്ടില്ല എന്ന് ആ കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ SITയിൽ ഒരു വിശ്വാസവുമില്ല, അന്വേഷണത്തിൽ
പി ദിവ്യയ്ക്ക് അനുകൂലമായെന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. പ്രശാന്തനുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയ ക്യാമറ, അവിടെ എത്തിയിരിക്കുന്ന ലോക്കൽ ചാനൽ, അവരെ ചോദ്യം ചെയ്തെന്നുള്ള വിവരങ്ങൾ, ഇപ്പോൾ പി ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എന്തൊരു പോസ്റ്റ്മോർട്ടം നടത്തിയെന്നുള്ള ചോദ്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആ സംശയം ഉയരുന്നത്. അപ്പോൾ CBI അന്വേഷണം വേണമെന്ന് ആ കുടുംബം പറയുമ്പോൾ അതിനെ എതിർക്കുന്നു. ഇപ്പോൾ കോടതിയാണെങ്കിൽ CBI അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നാണ് കോടതി ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈ രണ്ട് തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടും വരുമ്പോൾ ഇതുവരെ ആത്മഹത്യയിലേക്ക് നയിച്ചു, ആത്മാഭിമാനം കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ള വിഷയമായിരുന്നു. പക്ഷേ അവിടെ വാതിൽ തുറന്നു കിടന്നത്, അതിനകത്തേക്ക് ആദ്യമായി കയറിപ്പോയി, വാതിൽ വിരലടയാളങ്ങളുണ്ട്, അത് പരിശോധിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയും അത് ആത്മഹത്യയല്ല എന്ന സംശയം ആ കുടുംബത്തിന് ഉണ്ടാക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഫോണിൽ സംസാരിക്കുകയും ഭാര്യയോട് കളക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഒരു എതിരഭിപ്രായം, വിഷമം ഒക്കെ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കുന്നില്ല. ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ കുടുംബത്തിന് വിശ്വാസമാകുന്ന രീതിയിൽ അന്വേഷണ പുരോഗതി അവരെ അറിയിക്കുന്നില്ല. അത് സർക്കാരും ചെയ്യുന്നില്ല, പോലീസും ചെയ്യുന്നില്ല. അപ്പോൾ ഈ അന്വേഷണം വേണ്ട എന്നവർ തീരുമാനിക്കുന്നു. കോടതിയിൽ ഇപ്പോൾ കോടതി ഏതായാലും CBI അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഈ വിവരം കൂടി എത്തുമ്പോൾ, വ്യാഴാഴ്ചയാണ് ഇനി ഈ കേസ് പരിഗണിക്കാനിരിക്കുന്നത്. 12-ാം തീയതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ വിവരങ്ങൾ കൂടി അവിടെ ഈ കുടുംബം പറയുമെന്നുള്ള കാര്യം വ്യക്തമാണ്. CBI ഏതായാലും കോടതി പറഞ്ഞാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ പാർട്ടി നേതാക്കൾ, പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കേസായതുകൊണ്ട് വിശ്വസിച്ച പ്രസ്ഥാനം തങ്ങളെ കൈവിട്ടു എന്നുള്ള ഒരു അവിശ്വാസം ആ കുടുംബത്തിനുണ്ടായ സാഹചര്യത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു അന്വേഷണത്തിലേക്കാണ് പോകേണ്ടത്. അതിനെ എന്തുകൊണ്ട് CPM എതിർക്കുന്നു, എന്തുകൊണ്ട് സർക്കാർ എതിർക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. കോടതിയിൽ അതിനുള്ള വാദമുഖങ്ങൾ എന്തിനു നിരത്തുന്നു എന്നുള്ളത് നമ്മൾ സംശയിക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്, ആരെയൊക്കെയോ സംരക്ഷിക്കാനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അത് കോടതി എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനു മുമ്പ് തന്നെ ഒരു ഡോക്ടറുടെ ഒരു പ്രതികരണം ഈ കാര്യത്തിൽ എങ്ങനെയായിരിക്കും, ഈ രക്തക്കറ എന്തുകൊണ്ട് സംഭവിക്കാം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തതയും കൂടി നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അടങ്ങിയെത്താം ചർച്ചയിലേക്ക്. സുജ, കേസിൽ ട്വിസ്റ്റാണോ? കേസിൽ ട്വിസ്റ്റ് വരേണ്ടതാണ്. ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ കോടതി അത് ഗൗരവത്തോടെ എടുക്കുകയാണെങ്കിൽ കേസിലൊരു ട്വിസ്റ്റ് വരും. ഇതുവരെ പറഞ്ഞ നറേറ്റീവുകളെല്ലാം പൊളിയുന്ന തരത്തിലേക്ക് തിരിച്ച് വീണ്ടും ഗ്രൗണ്ട് സീറോയിൽ നിന്ന് വീണ്ടും തുടങ്ങേണ്ട ഒരു സ്റ്റേജിലേക്ക് വരും. അപ്പോഴാണ് CBI അന്വേഷണം എന്നുള്ള വാദത്തിന് കൂടുതൽ ബലവും വരിക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ CBI അന്വേഷണം വരുന്നത് ആവശ്യമാണോ, അതോ ഇതുപോലെ നിലവിലത്തെ അന്വേഷണം തൃപ്തികരമായി മുന്നോട്ട് പോവുകയാണോ എന്നത് ഹൈക്കോടതി തീരുമാനിക്കുന്നത് ഈ വ്യാഴാഴ്ച തുടങ്ങാൻ പോകുന്ന വിശദമായ വാദത്തിലൂടെ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ എന്തുകൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങളെ അതുപോലെ തന്നെ പാർട്ടിയെ വിശ്വസിക്കാതെ നിയമവഴിയിലേക്ക് നീങ്ങിയത്, ആദ്യം മുതൽ തന്നെ അവർ പറയുന്നുണ്ട്. ഒപ്പം സഹോദരൻ പ്രവീണും പറയുന്നുണ്ട്, ഞങ്ങൾ നിയമപരമായുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കും. പാർട്ടി പറയുന്നതിനോ നേതാക്കൾ പറയുന്നതിനോ അവർ വന്ന് ജസ്റ്റ് എ പാറ്റ് ഓൺ ഷോൾഡർ അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് ആ കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ടാണ് അവർ സ്വന്തം നിലയ്ക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോയത്. അതിപ്പോൾ അവർക്ക് ഗുണമായിട്ടുമുണ്ട്. കാരണം സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നിലപാട് എന്താണ്? CBI അന്വേഷണം വേണമെന്ന് പാർട്ടിയോടാണ് അവർ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലോ നടക്കാൻ പോകുന്നില്ല. അതൊക്കെ നേരത്തെ തന്നെ മഞ്ജുഷ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും CPIM-ഉം CBI അന്വേഷണത്തെ എതിർക്കുന്നതിലൂടെ അവരുടെ ഇരട്ടത്താപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. താല്പര്യം എന്താണ്, ആരെ രക്ഷിക്കാനാണ്? ഇവിടെ സ്വാഭാവികമായി സംശയിക്കാവുന്നത് പ്രിവെന്റിംഗ് ഫർദർ ഡാമേജ് ടു ദിവ്യ. അതാണ് ഇപ്പോൾ അന്വേഷണ സംഘമായാലും സർക്കാരായാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. PP ദിവ്യ ഇതിനകം തന്നെ ജയിലിൽ കിടന്നു, അത് മതി, അതിനപ്പുറത്തേക്കൊന്നും ഇനിയിപ്പോൾ ഒരു ശിക്ഷയും അനുഭവിക്കേണ്ടതില്ല എന്ന രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലേക്ക് തിരിച്ചു വന്നാൽ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു. ഈ പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പിന്നീട് എന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടില്ല? പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറുടെ മുന്നിലേക്ക് ഇൻക്വസ്റ്റ് റിപ്പോർട്ടും വരുമല്ലോ. അപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പിന്നീട് പരിഗണിക്കപ്പെടാതെ പോയതും ഇപ്പോൾ മാത്രം അതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതും ഈ കുടുംബത്തിന്റെ സംശയം തുടങ്ങുന്നത് തന്നെ ഒരുപക്ഷെ ഈ ഘടകങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കാം. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ചേർത്ത് ഈ അന്വേഷണ സംഘം പരിഗണിക്കുന്ന സാഹചര്യമേ ഉണ്ടാകുന്നില്ല. ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൃത്യമായി വായിച്ചു നോക്കേണ്ടതായിരുന്നു എന്നതടക്കം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇപ്പോൾ കുടുംബം നൽകിയിരിക്കുന്ന ഹർജിയിൽ അഭിഭാഷകർ ശക്തമായി ഉന്നയിക്കാൻ പോകുന്ന കാര്യമല്ല.
യാഥാർത്ഥ്യം അതാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ടേ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ആന്തരിക അവയവങ്ങളിലും ശരീരത്തിലും മറ്റ് പരിക്കുകളില്ല എന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അടിവസ്ത്രത്തിലെ രക്തക്കറ എവിടെ നിന്ന് വന്നു? യാത്രയയപ്പ് സമ്മേളനം കഴിഞ്ഞ് നേരെ ക്വാർട്ടേഴ്സിലെത്തിയ നവീൻ ബാബുവിൻ്റെ ഈ ആത്മഹത്യ ചെയ്ത ശരീരമാണെങ്കിൽ അതനുസരിച്ചുള്ള പരിക്കുകളില്ല, ഒരു തരത്തിലുള്ള പരിക്കുകളും പുറമേ കാണാനില്ല എന്നുള്ളതാണ് പറയുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ പരിശോധനയൊന്നും നടത്തിയിട്ടേ ഇല്ല, നേരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് സംസ്കാരത്തിനായി കൊണ്ടുവരികയായിരുന്നു എന്നതാണ് കുടുംബം പറയുന്നത്. പല കാര്യങ്ങളിലും ഇവിടെ മനഃപൂർവ്വമായിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കുടുംബം സംശയിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. ശരീരത്തിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്, ശരീരത്തിൽ എവിടെയോ മുറിവ് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ കുടുംബം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ കൊലപാതകം എന്നുള്ള ഒരു ആംഗിളിൽ ഇതിനെ കാണുന്നത്, ദുരൂഹത സംശയിക്കുന്നത്. ആദ്യം മുതൽ തന്നെ ഈ സംശയങ്ങളൊക്കെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അക്കാര്യങ്ങളിൽ അങ്ങനെയില്ല എന്ന് വരുത്താനായി മറുഭാഗത്തു നിന്ന് ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ഒരു ആൾ മാത്രമല്ല, അതായത് ഒരു പ്രതി പി ദിവ്യ എന്ന് പറയുന്ന ഏക വ്യക്തിയിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു കേസായി ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഒരു പി ദിവ്യ മാത്രമല്ല, ഒന്നിലധികം പേർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്രൈം അവിടെ നടന്നിട്ടുണ്ടോ എന്നതിലേക്കൊക്കെ അന്വേഷണം പോകണമെങ്കിൽ CBI വരണം. അല്ലാതെ ഇപ്പോൾ നടക്കുന്ന SIT എന്ന പേരിലുള്ള ഈ പ്രഹസനം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് എൻ്റെ പൂർണ്ണ ബോധ്യം. CBI വരണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നതിൻ്റെയും കാരണം അതുതന്നെയാണ്. ഒരു പി ദിവ്യയിൽ ഒതുക്കി, പി ദിവ്യയുടെ ആ യാത്രയയപ്പ് വേളയിലെ ഒരു പരാമർശത്തിൽ മാത്രം ഒതുക്കി കേസ് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അവിടെയുള്ളത് എന്നത് വ്യക്തമാണ്. ഈ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഈ രക്തക്കറകളോടുകൂടി അടിവസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ തുടകൾ, കണങ്കാലുകൾ, പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലാണ് എന്നതും പറയുന്നുണ്ട്. അപ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോഴുണ്ടാകുന്ന ശാരീരികമായ വ്യതിയാനങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അതൊരു ചോദ്യമാണ്. അത് പരിശോധിക്കപ്പെട്ടോ? ആ ചോദ്യവും അവിടെ നിൽക്കുകയാണ്. മരണകാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല എന്ന് FIRൽ എഴുതി ചേർക്കാൻ തിടുക്കം ആർക്കായിരുന്നു? രക്തബന്ധുക്കൾ ആരും സ്ഥലത്തില്ലാത്തതിനാൽ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒക്ടോബർ 15-ാം തീയതി രാവിലെ 10:15 തുടങ്ങി 11:45 ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരിക്കലും പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിൽ പറന്നെത്തുകയാണെങ്കിൽ ഒരു പക്ഷേ നടക്കും. പക്ഷേ ഹെലികോപ്റ്ററൊന്നും അവിടെ അറേഞ്ച് ചെയ്യാനായിട്ടൊന്നും ആരും, മുഖ്യമന്ത്രി അടക്കം ആരും തയ്യാറായൊന്നുമില്ലല്ലോ. അപ്പോൾ ഹെലികോപ്റ്ററിലല്ലാതെ ഇത്രയും വേഗത്തിൽ കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിൽ എത്താൻ കഴിയുന്ന സംവിധാനം തൽക്കാലം നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഈ 10:15 ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ബന്ധുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കൾ നിർദ്ദേശിക്കുന്ന ആരെങ്കിലുമോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ അരമണിക്കൂർ കൊണ്ട് നടന്ന ഇൻക്വസ്റ്റിൽ അവർ സംശയം പ്രകടിപ്പിക്കുന്നത്. ഈ മരണവിവരം അറിഞ്ഞ കണ്ണൂരിന് തിരിച്ച ബന്ധുക്കൾ 11:50 കണ്ണൂർ പോലീസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിക്കുന്നത്. അപ്പോഴാണ് ഇൻക്വസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ എന്ന ഒരു മറുപടിയാണ് ഇവർക്ക് കിട്ടുന്നത്. കുടുംബത്തെ യഥാസമയങ്ങളിൽ വിവരങ്ങൾ അറിയിച്ചിട്ടില്ല എന്നത് ഒരു ഫാക്റ്റാണ്. അതിനി എത്ര പറഞ്ഞാലും ഇവർക്ക്, കാരണം ഇതെല്ലാം റെക്കോർഡിക്കലാണ്, ഇവരെ വിളിച്ചത് എപ്പോഴാണ്, കോൾ ടൈംസ് അടക്കം അതെല്ലാം കോടതിയിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതും ഉറപ്പാണ്. ഈ മൃതദേഹ പരിശോധന പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് അത് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുത് എന്ന് DCPയോടാണ് അവർ ആവശ്യപ്പെട്ടത്. ഇക്കാര്യവും രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഇവിടെ നടത്തുന്നതിന് താല്പര്യമില്ല എന്ന് തന്നെ കുടുംബം അറിയിച്ചതാണ്. അങ്ങനെ ഒരു എതിർപ്പ് ഒരു സ്ഥലത്ത് ആ മരിച്ചയാളുടെ കുടുംബം നടത്തുകയാണെങ്കിൽ അത് പരിഗണിക്കപ്പെടേണ്ടതല്ലേ? അത് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഈ TV പ്രശാന്തനും പി ദിവ്യയുടെ ഭർത്താവും കൈക്കൂലി നൽകിയെന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തനും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്തിനു വേണ്ടിയാണ്? അവിടെ ഏത് തരത്തിലുള്ള കാര്യങ്ങളും ചെയ്ത് എടുക്കാൻ കഴിയുന്ന സ്വാധീനമുള്ള ആളുകളൊക്കെ തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് അത് നടത്തിയെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഈ മൃതദേഹ പരിശോധന മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു. DCPയാണ് ഇവർ വിളിച്ചത്. DCP അപ്പോൾ പറഞ്ഞത് കളക്ടറോട് പറയണമെന്ന് പറഞ്ഞു. കളക്ടറോട് പറഞ്ഞപ്പോഴേക്കും കളക്ടർ പറഞ്ഞു ഞാൻ ഇതെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം തുടങ്ങി. അതാണ് കുടുംബത്തെ അറിയിച്ചത്. അല്ലാതെ കുടുംബം വരാൻ താമസിച്ചു, കുടുംബം 15 മണിക്കൂർ എടുത്തു എന്നൊക്കെ പറഞ്ഞ് കുടുംബത്തിന്റെ തലയിലിടാനൊന്നും ആരും നോക്കേണ്ട. പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിൽ എത്തിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതി, അവർക്ക് ധൃതിയില്ലെന്നേ. അങ്ങനെ തിടുക്കത്തിൽ നടത്താൻ ശ്രമിച്ച അരുൺ K. വിജയൻ എന്ന് പറയുന്ന കളക്ടറും ഇതിൽ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ തൂങ്ങി മരണമാണ് എന്ന് സ്ഥാപിക്കാൻ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് 15-ാം തീയതി 12:40 1:50 ഇടയിലാണ്. തലയൊട്ടിക്ക് പരിക്കില്ല, വാരിയലുകൾക്ക് ക്ഷതമില്ല, ഇടത് ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണ്. പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല. അന്നനാളം സാധാരണ നിലയിൽ, കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, ചുണ്ടുകൾ നീല നിറത്തിലായിരുന്നു, പല്ലുകൾക്കും മോണകൾക്കും കേടില്ല, വിരലിലെ നഖങ്ങൾക്ക് നീല നിറമായിരുന്നു, വയറും മൂത്രാശയവും ശൂന്യമായിരുന്നു, സുഷുമ്നാ നാഡിക്ക് പരിക്കില്ല. മൃതദേഹം തണുത്ത അറയിൽ സൂക്ഷിച്ചിരുന്നില്ല. ഈ 1/2 സെന്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ കലർന്ന നിറത്തിലെ പ്ലാസ്റ്റിക് കയർ, അതാണ് കഴുത്തിൽ കെട്ടിയിട്ടിരുന്നത്. കയറിന്റെ നീണ്ട ഭാഗത്തിന് 103 സെന്റിമീറ്റർ നീളം, കയറിന് 30 മീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗവും ഉണ്ടായിരുന്നു. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചോ എന്നുള്ളത് പോലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല. അനാസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ട്വിസ്റ്റ് ഉണ്ടാകും. ആ ട്വിസ്റ്റ് CBIയുടെ അന്വേഷണത്തിലൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സർക്കാർ അതിന് സമ്മതിക്കുന്നില്ല. CPIM CBIയോട്
കേസിനോട് ഞങ്ങൾക്ക് പണ്ടേ താല്പര്യമില്ല എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല. കാരണം പാർട്ടി കുടുംബത്തിൽ നിന്ന് ആ മരിച്ച ആളുടെ ബന്ധുക്കൾ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനെ ഇത്രയ്ക്ക് എതിർക്കുന്നത് എന്തിനാണ്? കേസിൽ ട്വിസ്റ്റ് വരേണ്ടതാണ്. ശരി, കേസിൽ ട്വിസ്റ്റ് എന്ന ചോദ്യത്തിന് യെസ് എന്ന 3. Meet the editors.